അതായത് പ്രായപരിധിയുടെ പേര് പറഞ്ഞ് ചില നേതാക്കന്മാരെ CPM-ഉം CPI-യും മൂലക്കിരുത്തുന്ന ചില നടപടികൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടത് വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മളൊരു തത്വത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രായപരിധി ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം അത് കുറെ കൂടി യുവജനങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടും എന്ന് പറയുന്നൊരു തത്വത്തിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് വളരെ ഫിലോസഫിക്കലി അംഗീകരിക്കുമ്പോൾ പോലും പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് ഇപ്പം തന്നെ തലമുറ മാറ്റം എന്ന് പറഞ്ഞ് കോൺഗ്രസിലുണ്ടായിരിക്കണം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് പ്രായം കുറഞ്ഞ രമേശ് ചെന്നിത്തലയേക്കാൾ പ്രായം കൂടിയിട്ടുള്ള കെ സുധാകരനാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് പാർട്ടി പോളിറ്റ് ബ്യൂറോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധി കൊണ്ട് തീരുമാനം എടുക്കേണ്ട ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ അദ്ദേഹത്തിന് പ്രായം പ്രശ്നമില്ലാതിരിക്കുകയും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ഈ പ്രായം പ്രശ്നമാവുകയും ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ അവിടെ കണ്ടത്. ഇത് പല തരത്തിലും വളരെ രീതിയിൽ പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി, ആ ആരോഗ്യമന്ത്രിയുടെ പ്രശംസയും ഗുഡ്വില്ലും കൂടി പാർട്ടിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇലക്ഷൻ മത്സരിപ്പിച്ചത്. ഇതൊക്കെ നമ്മുടെ പാർട്ടി നയപരിപാടികളിൽ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്ന പണിയാണ്. ഇനി ഏതെങ്കിലും വർഗീയതക്കെതിരെ നിലപാടെടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു, തരാതരം വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയതയോ വർഗീയ പ്രീണനത്തെയോ ഉപയോഗിക്കാത്ത ഏത് പാർട്ടിയുണ്ട്? തല്ലുകൊടുത്ത് വിപ്ലവം നടത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി ഇവിടെ ജയിക്കുമോ, അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ ഗംഭീരമായ ചോദ്യമാണത്. നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പാർട്ടിയിലേക്ക് വരരുത്. കാരണം നിങ്ങൾ ഇവർ തകർത്ത് കളയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് തകർത്ത് കളയുന്നതാണ്. എന്ത് പറഞ്ഞാണെങ്കിലും ആളുകളെ ന്യായീകരിക്കാൻ ആളുകളുണ്ടാവും. ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ പല കാര്യങ്ങളും മറക്കും. രാഷ്ട്രീയത്തിൽ പ്രായപരിധി ഒരു വിഷയമാണോ? രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ റിട്ടയർമെൻ്റ് ഉണ്ടോ? ഇത്തരം സംഭവങ്ങൾ നേരത്തെ തന്നെ പലതവണ ചർച്ചയ്ക്ക് വിധേയമായതാണ്. എന്നാൽ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങൾ, അതായത് പ്രായപരിധിയുടെ പേര് പറഞ്ഞ് ചില നേതാക്കന്മാരെ CPM-ഉം CPI-യും മൂലക്കിരുത്തുന്ന ചില നടപടികൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടത് വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 2 തവണ മത്സരിച്ചു എന്ന പേരിൽ ചില ആളെ മാറ്റി നിർത്തുന്നു, 1 തവണ മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തുന്നു. അത്തരത്തിൽ ചില ആളുകളെയൊക്കെ ഒതുക്കാനും മൂലക്കിരുത്താനൊക്കെ ആയിട്ട് ഈ പ്രായപരിധിയെ ഉപയോഗിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾക്ക് പ്രായപരിധിയിൽ നിന്നും മാറ്റി കൊടുക്കുകയും അവർക്കത് ബാധകമല്ലാതിരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇപ്പം ജി സുധാകരൻ വളരെ ആലപ്പുഴയിൽ മാത്രമല്ല, അദ്ദേഹം തെക്കൻ ജില്ലകളിൽ വലിയ വേരോട്ടമുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെ 2 തവണ മത്സരിച്ചു എന്ന പേരിലും പ്രായപരിധിയുടെയൊക്കെ പേരിൽ അദ്ദേഹത്തെ തവണ മാറ്റി നിർത്തി. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് ജി സുധാകരൻ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CPI-യുടെ നേതാവ് സി ദിവാകരൻ, CPI-യിൽ കുറേ ആൾക്കാരുണ്ട്, അതിൽ സി ദിവാകരനാണ് പ്രകടമായി ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. രതീഷ്, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ളൊരു പ്രായപരിധി വയ്ക്കേണ്ടതുണ്ടോ? നേരത്തെ ഇല്ലാത്ത ചില രീതികൾ എങ്ങനെയാണ് ഇത് വന്നു തുടങ്ങിയത്? നമ്മളൊരു തത്വത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രായപരിധി ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം അത് കുറെ കൂടി യുവജനങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടും എന്ന് പറയുന്നൊരു തത്വത്തിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് വളരെ ഫിലോസഫിക്കലി അംഗീകരിക്കുമ്പോൾ പോലും പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പം രാജേഷ് പറഞ്ഞ 2 പേരുകൾ, ഇപ്പം ജി സുധാകരനെ എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചാൽ, ജി സുധാകരനെ മാറ്റാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ജി സുധാകരൻ മാത്രമല്ല, ജി സുധാകരനും തോമസ് ഐസക്കും പോലെയുള്ള നിരവധി ആളുകളെ ഒരൊറ്റടിക്ക് മാറ്റി. അതായത് അബ്ദുൾ റഹ്മാനെ പോലെ നിരവധി MLA-മാരടക്കമുള്ള ആളുകളെ 2 തവണയിൽ കൂടുതൽ മത്സരിച്ചു എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് മാറ്റി. ഇത് പിന്നീട് CPI-യിൽ രാജേഷ് പറഞ്ഞ പോലെ തന്നെ 4 മന്ത്രിമാരെയും തന്നെ ഒറ്റടിക്ക് മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യം എന്ത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയതോടുകൂടി ഒരു പുതിയ ആളുകളെയും പഴയ ആളുകളെയും മിക്സ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ കുഴപ്പമില്ല. ഏറ്റവും ആദ്യം CPM എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, CPM ചെയ്തതിൻ്റെ പിന്നിലുള്ള കാര്യം ഇപ്പം ആരാണ്? നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്നും 4 തവണയിൽ കൂടുതൽ മത്സരിച്ചിട്ടുള്ള MLA ഉണ്ടായിരുന്നു CPM-ൽ, രാജു എബ്രഹാം. ആ രാജു എബ്രഹാമിനെ പിന്നെ വീണ്ടും മത്സരിപ്പിച്ചില്ല. പകരം ആരെ കൊണ്ടുവന്നു വെച്ചാൽ പകരം കൊണ്ടുവന്നത് വീണ ജോർജിനെയാണ്. അപ്പം പാർട്ടിയിൽ ഒരു പ്രാമുഖ്യവും ഇല്ലാത്ത അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ വർക്കൊന്നും ചെയ്യാത്ത വീണ ജോർജിനെ കൊണ്ടുവന്നു. അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരേണ്ടി വരും എന്ന് പറയുന്ന വാദക്കാരാണ് ഞാൻ. ഇപ്പോൾ ശശി തരൂരിനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു, അതുപോലുള്ള പ്രൊഫഷണൽസിനെയും കൂടി രാഷ്ട്രീയത്തിൽ വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും പറഞ്ഞ പോലെ ഇതിനൊക്കെ പിന്നിലുള്ള ഇന്റൻഷനാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇന്റൻഷൻ എന്താണ്? ഇന്റൻഷൻ കൃത്യമായി മുസ്ലിം പ്രാതിനിധ്യമുള്ള ആളുകളെ എല്ലാവരെയും തന്നെ കളഞ്ഞുകൊണ്ട്
പിന്നീട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഷെന്നം ഷംസീറിനെ നേരെ സ്പീക്കറാക്കിക്കൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് പൊതുമരാമത്ത് ടൂറിസം പോലെയുള്ള വകുപ്പുകൾ കിട്ടുന്നു. CPIയുടെ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPIയുടെ നിലവിലുള്ള 4 മന്ത്രിമാരും ശരിക്കും കാനം രാജേന്ദ്രന്റെ ഓർഡർലികളായി പ്രവർത്തിക്കാൻ കഴിയുന്ന ലെവലിൽ അത്രത്തോളം ജൂനിയർ ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നു. പിണറായി വിജയൻ ഗവൺമെന്റ് കാര്യത്തിൽ മുഹമ്മദ് റിയാസ് മാത്രമല്ല, മറ്റു മന്ത്രിമാരുടെ കാര്യം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പരിചയസമ്പന്നരല്ലാത്ത മറ്റു മന്ത്രിമാരെ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? വെക്കുന്നതുകൊണ്ട് ഒരു അധികാരത്തിന്റെ കേന്ദ്രീകരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമുക്കറിയാം ജി സുധാകരനാണെങ്കിലും അല്ലെങ്കിൽ തോമസ് ഐസക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല മന്ത്രിമാരാണെങ്കിലും അതിൽ പിണറായി വിജയൻ ഇടപെടുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ ശക്തനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ പോലും നിരന്തരമായ ഇടപെടലുകൾ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ എന്താണ് അറിയേണ്ടത്, പല വകുപ്പുകളിലും ഇപ്പം ആകെ ഇതിനകത്തുള്ള സീനിയോറിറ്റി ഉള്ള ഒരു മന്ത്രി എന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ്. അപ്പോൾ ആ രാധാകൃഷ്ണന്റെ പോലും അവസ്ഥ എന്താണ്? കാരണം നേരത്തെ സമ്പത്താണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം സമ്പത്തിന് മാറ്റിയിട്ട് പുതിയൊരാളെ വെക്കുന്നു. അപ്പം ഇതിൽ ഈ രാജേഷ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില ഘടകകക്ഷി മന്ത്രിമാരുടെ കേസിൽ പോലും ആ മന്ത്രിമാരുടെ സ്റ്റാഫുകളെ നിശ്ചയിച്ചേക്കണതെല്ലാം തന്നെ CPM-കാരാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു അധികാരത്തിന്റെ കേന്ദ്രീകരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നേരത്തെ നമുക്കറിയാം, ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയും അല്ലെങ്കിൽ VR കൃഷ്ണയ്യരും അതുപോലെ തന്നെ EMS നമ്പൂതിരിപ്പാടും ഒക്കെയുള്ള മന്ത്രിസഭയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ കുറച്ചുകൂടി പ്രായം കൂടിയവരായിരുന്നു, അല്ലെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ളവരല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം ബേസിക്കലി ഇതിന്റെ പിന്നിലുള്ള ഇന്റൻഷനാണ് പ്രശ്നം. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ നടപടികളെല്ലാം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മാലിഫൈഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ് ദുഷ്ടലാക്കോട് കൂടിയുള്ള ഇന്റൻഷനോട് കൂടിയാണ്. ഇത് ഇപ്പം തന്നെ തലമുറ മാറ്റം എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കണം. എന്താണ് രാഷ്ട്രീയം ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് പ്രായം കുറഞ്ഞ രമേശ് ചെന്നിത്തലയേക്കാൾ പ്രായം കൂടിയിട്ടുള്ള കെ സുധാകരനാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് പുതിയ തലമുറയാണ്. ദേശീയ പ്രസിഡന്റിനും കൂടെ നമ്മൾ ആലോചിക്കണം. ഖർഗെ എന്ന് പറഞ്ഞ 80 വയസ്സ്, മല്ലികാർജുന ഖർഗെ 80 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആളുടെ മിടുക്കും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം രാജേഷ്, ഇപ്പൊ ചില രാജ്യങ്ങളിൽ ആളുകൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, അതായത് അവിടെ വളരെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ആളുകൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ലോകത്തെവിടെയും ഇല്ലാത്ത പോലെ നമ്മൾ 75 വയസ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെക്കുന്നു. എന്നിട്ട് രണ്ടാമത് ചെയ്യുന്നത് എന്താ? അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുകയല്ലേ ചെയ്യുന്നത്. പകരം ബാധകമാക്കുന്നത് എങ്ങനെയാണ്? അത് ചിലർക്ക് എക്സെപ്ഷൻസ് കൊടുക്കുന്നു. അതിന്റെ പിന്നിലുള്ള നേരത്തെ പറഞ്ഞ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഇന്റൻഷനുകളുണ്ട്. അല്ലാതെ വളരെ നല്ല രീതിയിൽ ഇത് നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. രതീഷ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും, അതായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുകയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിലുണ്ടായ വലിയ കലഹവും, രണ്ടുപേർക്കും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് അവർ സസ്പെൻഷൻ കൊടുക്കുകയും പിന്നീട് പിണറായി വിജയനെ തിരിച്ചെടുക്കുകയും VS തിരിച്ചെടുക്കുന്നില്ല. അതിന് പകരം പ്രായാധിക്യം എന്നുള്ളത് ഒരു വലിയ ബാറ് വെച്ചിട്ട് അദ്ദേഹത്തിനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പിന്നീട് ക്ഷണിതാവാക്കുകയും ചെയ്യുന്ന, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ക്ഷണിതാവൊക്കെ ആക്കുന്ന രീതിയിലേക്ക് മാറ്റിപ്പെടുകയും. ഇത് VS യഥാർത്ഥത്തിൽ പ്രായമായിരുന്നില്ല അന്ന് VS പ്രശ്നം. VS പ്രായത്തിൻ്റെതായ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സമയത്താണ് VS ഈ പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത്. അങ്ങനെ മാറ്റി നിർത്തണം, മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമായിരുന്നു. പാർട്ടി പോളിറ്റ് ബ്യൂറോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധി കൊണ്ട് തീരുമാനം എടുക്കേണ്ട ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ അദ്ദേഹത്തിന് പ്രായം പ്രശ്നമില്ലാതിരിക്കുകയും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ഈ പ്രായം പ്രശ്നമാവുകയും ചെയ്യുന്ന ഒരു സീനാണ് നമ്മളവിടെ കണ്ടത്. ഇതാണ് പിന്നീട് തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. ആരെങ്കിലും ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കൂ, CPIയിൽ എന്താ സംഭവിച്ചത്? CPIയിൽ C ദിവാകരൻ ശരിക്കും പാർട്ടി സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ട് ഏതൊരു പാർട്ടി പ്രവർത്തകരെയും സംബന്ധിച്ചോ, പ്രത്യേകിച്ചിട്ടും അദ്ദേഹം വളരെ ചെറുപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വരികയും പിന്നീട് യുവജന പ്രസ്ഥാനത്തിൽ AYF ASF കൂടെ വന്ന് അദ്ദേഹം വലിയ തോതിൽ പാർട്ടിയുടെ മുഖമായി മാറിയ ഒരു നേതാവായത് C ദിവാകരൻ. പക്ഷേ C ദിവാകരൻ എങ്ങനെ മാറ്റി നിർത്തി? അദ്ദേഹത്തിന് പ്രായം കൂടുതലാന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് എന്താ C ദിവാകരൻ ഇപ്പോൾ പയറുവിലേക്ക് അതിനേക്കാളും പ്രായം കുറഞ്ഞ ആളുകൾ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രായം എന്ന് പറയുന്നത് പിന്നെ അവരുടെ പ്രാക്ടിക്കലാലിറ്റി കൂടി നമ്മൾ നോക്കണം. ആ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധി കൂടി നമ്മൾ അവരുടെ എത്രയും കാലം അവർ ആർജിച്ച ബുദ്ധി കൂടി ഉപയോഗപ്പെടുത്തുക ശരിക്കും വേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച KK ശൈലജ എന്തുകൊണ്ടാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത്? അങ്ങനെയാണെങ്കിൽ ശൈലജ മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കണമായിരുന്നു. ശൈലജ ഇത്തവണ മത്സരിക്കേണ്ടെന്ന് ടീച്ചർ പറയുമോ? ഇല്ല, ഞാൻ മത്സരിക്കണമെന്ന് പറയില്ല. പാർട്ടി തീരുമാനം അംഗീകരിക്കും. പക്ഷേ അവരെന്തിനാണ് മത്സരിപ്പിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു MLA എന്നുള്ള CPM-ന്റെ MLA എന്നുള്ള രീതിയിൽ അവർ വലിയ രീതിയിൽ പരിഗണിക്കപ്പെടുമെന്ന് വിചാരിച്ചെടുത്താണ് അവരെ വെട്ടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രീതി ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന ഒരു തീരുമാനവും സ്ട്രെയിറ്റ് അല്ല, നേരെ ചൊവ്വയല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ രാജേഷ് പറഞ്ഞൊരു ചോദ്യം, അതായത് എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കാൻ തയ്യാറായത്?
രാജേഷ് വളരെ കൃത്യമാണ്, സുവ്യക്തമാണ്, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. കേൾക്കുന്ന എല്ലാ CPM-കാരനും സമ്മതിക്കും, CPI-കാരനും സമ്മതിക്കും. നമ്മളോടൊക്കെയുള്ള രഹസ്യ സംഭാഷണത്തിൽ പലരും സമ്മതിച്ചിട്ടുണ്ട്. കാരണം ശൈലജ ടീച്ചറെ വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി, രമൺ മക്സാസെ അവാർഡ് കിട്ടിയില്ലെങ്കിലും അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ആരോഗ്യമന്ത്രി, പല തരത്തിലും വളരെ രീതിയിൽ പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി, ആ ആരോഗ്യമന്ത്രിയുടെ പ്രശംസയും ഗുഡ്വില്ലും കൂടി പാർട്ടിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇലക്ഷൻ മത്സരിപ്പിച്ചത്. അല്ലാതെ രാജേഷ് പറഞ്ഞ പോലെ ഇലക്ഷൻ മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനെ ചെറുത്തു തോൽപ്പിച്ച് മത്സരിക്കാനുള്ള കഴിവൊന്നും ശൈലജ ടീച്ചർക്കില്ല. അല്ലെങ്കിൽ ശൈലജ ടീച്ചർ കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ പോയി മത്സരിക്കുമെന്ന ഭയവുമില്ല. പക്ഷെ പ്രശ്നം ഇത് നേരത്തെ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർ ആ ഗുഡ്വിൽ ഉപയോഗപ്പെടുത്താനാണ്. ആ ഗുഡ്വില്ല് പാർട്ടി എക്കാലത്തും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇലക്ഷനിൽ വേണമെങ്കിൽ VS-നെ മത്സരിപ്പിക്കാതിരിക്കാം. പക്ഷെ VS-നെ മത്സരിപ്പിച്ചു. ആ മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും ഇനി ആ VS മത്സരിക്കുമ്പോൾ തന്നെ EP ജയരാജൻ, ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, അതായത് ഏറ്റവും ആദ്യത്തെ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ബുക്ക് ചെയ്ത് EP ജയരാജൻ പ്രസംഗിക്കുകയും. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ VS-ന്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ചു. അപ്പൊ VS-ന്റെ അന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് VS-ന്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ചു എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിണറായി പറഞ്ഞേക്കുന്നത് അത് പാർട്ടി രീതിയല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ കൂറ്റൻ കട്ടൗട്ടുകൾ മോഹൻലാലിനോ മമ്മൂട്ടിയോ ഒക്കെ കാണുന്നേക്കാളും വലുതായിട്ട് നിൽക്കുന്നതാണ്. ദൈവമായി താന്തോന്നി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഏറ്റവും നല്ല ലോഞ്ചിങ് കണ്ടിട്ടുള്ളത് താന്തോന്നി എന്ന് പറഞ്ഞ സിനിമയിലെ മാർക്കറ്റിംഗ് ആണ്. ആ മാർക്കറ്റിംഗിൽ ഞാൻ ഇപ്പോഴും ഓർക്കട്ടെ, പൃഥ്വിരാജിന്റെ മുണ്ടൊക്കെ പൊക്കിയിട്ട് ഇന്നർവെയർ കാണാവുന്ന ഒരു ഫോട്ടോ എന്ത് ചെയ്തിരുന്നു, കേരളം മുഴുവൻ വെച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ നന്നായി മാർക്കറ്റ് ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. അതിനേക്കാൾ വലിയ മാർക്കറ്റിംഗ് ഞാൻ കണ്ടത് ഇത്തവണത്തെ നവകേരള സദസ്സിലൊക്കെയാണ്. അതായത് മുഖ്യമന്ത്രി കൃത്യമായി കൈകൊടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം ലോകത്തെമ്പാട് വെച്ചു. അപ്പൊ രാജേഷ്, ഇതിന്റെ പിന്നിൽ ഇവരൊക്കെ പറയുന്നത് ഒട്ടും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമല്ല. പകരം ജനങ്ങൾ ഇവർക്ക് എന്താണ് ആ സമയത്ത് നേട്ടം, അതായത് VS-നെ മുന്നിൽ നിർത്തിയാൽ ജയിക്കാമെന്നുണ്ടെങ്കിൽ VS-നെ മുന്നിൽ നിർത്തും. അതിനുശേഷം VS-നെ പിന്നിലേക്കാക്കണമെന്ന് പിന്നിലേക്കാക്കും. ഇനി ഇത് കോൺഗ്രസിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ രാജേഷിന്റെ കാര്യം പറയാം. ജബി മേത്തറിനെ ഇവിടെ നിന്ന് രാജ്യസഭയിലേക്ക് അയച്ചു. ആരും വിചാരിച്ചില്ല ജബി മേത്തർ ആവുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുമ്പ് എടുത്തു നോക്കിയാൽ ജബി മേത്തറിന്റെ രാജ്യസഭയിലേക്ക് ഒരു എൻട്രി കൊടുക്കുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല. പക്ഷേ മറ്റു പല ഇഷ്ടങ്ങളുടെയും മറ്റു പല താല്പര്യങ്ങളുടെയും പുറത്ത് ജബി മേത്തറിനെ എന്ത് ചെയ്തു, അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, സ്ത്രീകൾക്ക് ഒരു പ്രാമുഖ്യം കൊടുക്കണം, അത് AICC-യുടെ നിലപാടാണെന്ന് പറഞ്ഞു. ഇനി രാജേഷ് തിരിച്ചൊരു കാര്യം, കോൺഗ്രസിന്റെയും CPM-ന്റെയൊക്കെ എല്ലാ തവണ ഇറങ്ങുന്ന സർക്കുലറും രേഖകളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടാൽ നമുക്ക് ചിരി വരും. എന്താണെന്നറിയാമോ, 40% യുവാക്കളെ മത്സരിപ്പിക്കണം, 50% സ്ത്രീകളെ മത്സരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പല തള്ളുമരക്കും. ഇതൊക്കെ നമ്മുടെ പാർട്ടി നയപരിപാടികളിൽ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്ന പണിയാണ്. ഇനി ഏതെങ്കിലും വർഗീയതക്കെതിരെ നിലപാടെടുക്കണമെന്ന് പറഞ്ഞാൽ രാജേഷ്, ഞാൻ ചോദിക്കുന്നു, തരാതരം വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയതയോ വർഗീയ പ്രീണനത്തെയോ ഉപയോഗിക്കാത്ത ഏത് പാർട്ടിയുണ്ട്? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ഇനി എന്റെയൊക്കെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനൊക്കെ തോന്നുകയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണ് മുടിയൊക്കെ ഇത്തിരി കുറവുള്ളവരെ എന്ത് ചെയ്തേക്കാം, ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട, ചിലപ്പോൾ ജേർണലിസം പ്രവർത്തനം നടത്താൻ പാടുള്ളതൊക്കെ തീരുമാനിച്ചേക്കാം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇഷ്ടക്കേടുള്ളവരെ മാറ്റി നിർത്താൻ വേണ്ടി ഇവർ പല തന്ത്രവും പ്രയോഗിക്കും. ഇനി ശിവകുമാർ എന്ന് പറയുന്ന ഒരു MP-യെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ കരുണാകരൻ പറഞ്ഞ എന്താണ്, യുവത്വമാണ് വരട്ടെ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല മന്ത്രിയാക്കിയപ്പോൾ പറഞ്ഞ എന്താണ്, യുവത്വമാണ് വരട്ടെ എന്നുള്ളതാണ്. KC വേണുഗോപാൽ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ തരാതരം പോലെ ഉപയോഗിക്കാനുള്ള ഇസങ്ങളും തത്വങ്ങളും ഇവർ കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എനിക്ക് ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് ഇത് സംസാരിക്കുന്നത്. കോഴിക്കോട്ട് ഏറ്റവും നല്ല MLA ആയിരുന്ന ആരാണ്? പ്രദീപ് കുമാറാണ്. പ്രദീപ് കുമാർ നല്ല ഗംഭീരമായി പെർഫോം ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുത്തില്ല. അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല എന്ന് മാത്രമല്ല, കിട്ടിയ അവസരത്തിൽ അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയില്ല. മന്ത്രിയൊക്കെ ആയി ശോഭിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ VKC മുഹമ്മദ് കോയക്ക് ഇത്തവണ സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കാതിരിക്കുന്ന കാരണമൊക്കെ നമുക്ക് വ്യക്തമാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ മുഹമ്മദ് റിയാസിന് മത്സരിക്കാൻ വേണ്ടി വളരെ കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിക്കണമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ മത്സരിപ്പിക്കും, അദ്ദേഹം മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാളുണ്ട്, കോട്ടയത്ത് MP ആയിരുന്ന, പിന്നീട് MLA ഒക്കെ ആയിരുന്ന സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പിന്റെ SFI രതീഷിന് അറിയാം, SFI-ന്റെ എന്ത് നേതാവായിരുന്നു, അദ്ദേഹം DYFI-ന്റെ എന്ത് നേതാവായിരുന്നു. എല്ലാ തരത്തിലും ഏറ്റവും സ്വീകാര്യനായിരുന്ന ഒരു MLA ആയിരുന്നു, ഒരു പൊതുപ്രവർത്തകനാണ്, അതേസമയം മാന്യനുമാണ്, നല്ല ബുദ്ധിമാനുമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അവസരം കൊടുക്കുകയോ മന്ത്രിയാക്കുകയോ ചെയ്യാതെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്തവണ മന്ത്രിസഭയിലേക്ക് വന്ന ആളുകളെ നമുക്കെടുത്ത് പരിശോധിക്കാം. ആരാണ് ഏറ്റവും ഗംഭീരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജയാണ് പലരും, പക്ഷെ അവർ മന്ത്രിമാരാകുന്നു. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, പലതരത്തിലുള്ള
ന്യായവാദങ്ങളായി നിരത്തിയേക്കാമെങ്കിൽ പോലും ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ പലതരത്തിലായിട്ട് അനിഷ്ടങ്ങൾ ഉള്ളത് കൊണ്ട് മാറ്റി നിർത്തി നല്ല ആളുകളെയൊക്കെ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകളെയൊക്കെ എല്ലാ ആളുകളും വിസ്മൃതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പകരം ആരൊക്കെയല്ലോ വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ മന്ത്രിമാരായിരുന്ന പിന്നെ AC മൊയ്തീൻ ഇപ്പം ഈ നിയമസഭയിലുണ്ട്. അദ്ദേഹം മന്ത്രി ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേണ്ടതില്ല എന്നുള്ളതാണ്. TP രാമകൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനുണ്ട്. ഇവരൊക്കെ MLA-മാരായി ഇരിക്കുന്നുണ്ട്. പ്രത്യേക സാഹചര്യത്തിലായിരിക്കും അവരെയൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരൊന്നും മന്ത്രി ആവണമെന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ മന്ത്രി ആവേണ്ട ആളുകളെ യഥാർത്ഥത്തിൽ മന്ത്രി ആയാൽ നന്നായിരിക്കുന്ന സ്റ്റേറ്റിലാണ്, അല്ലാണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടോ എന്നുള്ളതല്ലല്ലോ നോക്കേണ്ടത്. സ്റ്റേറ്റിന് ഗുണമുണ്ടാകുന്നത് അത് പാർട്ടീൻ്റെ പിന്നെ ലീഡർഷിപ്പിലുള്ള ആളുകൾ ആര് വരണമെന്ന് ആഗ്രഹിക്കൽ മാത്രമല്ല, ജനങ്ങളുടെ വോട്ട് കൂടി കിട്ടണമല്ലോ. ഇപ്പം സുധാകരൻ ഇന്നലെ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ്, തല്ല് കൊടുത്ത് വിപ്ലവം നടത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി ഇവിടെ ജയിക്കുമോ, അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ ഗംഭീരമായ ചോദ്യമാണത്. ഈ കേരളത്തിൽ ശരിക്കും പറഞ്ഞ CPM വളരെ കൃത്യമായി ആത്മപരിശോധന നടത്തേണ്ട ഒരു ചോദ്യമാണ്. സുധാകരൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ സുധാകരനെ അദ്ദേഹം വളരെ താഴെ തട്ടി ഇപ്പം നിൽക്കുവാണ്. ചിലപ്പോൾ പാർട്ടി തന്നെ അദ്ദേഹത്തിന് പദവി അംഗത്തിന് ചിലപ്പോൾ പുറത്താക്കി എന്നൊക്കെ വരാം. പക്ഷെ എങ്കിൽ പോലും സുധാകരൻ ഉയർത്തിയിരിക്കുന്ന വലിയൊരു ചോദ്യം ഉത്തരം കൊടുക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞ CPM നേതൃത്വത്തിന് കുറച്ച് വെള്ളം കുടിപ്പിക്കുന്നതാണ്, യാതൊരു സംശയമില്ല. സുധാകരൻ പറഞ്ഞിട്ടുള്ള അടുത്തൊരു കാര്യം, 5-6 പേര് കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടി ആവില്ല എന്നാണ് ഒന്ന്. രണ്ടാമത് സുധാകരൻ പറഞ്ഞിട്ടുള്ളത് മുതിർന്ന നേതാക്കൾ, അതായത് പാർട്ടിക്ക് മാത്രം നേതാവായ പോരാ, അവർ ജനത്തിന് കൂടി സ്വീകാര്യരാവണം എന്നാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം രാജേഷ്, നേരത്തെ അതായത് എൻ്റെയൊക്കെ തോന്നലിൽ നമ്മൾ പറയുന്നത് നേരത്തെയുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക്, ഇപ്പം നെഹ്റു ആണെങ്കിലും AKG ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും അവരൊക്കെ ഈ പ്രസ്ഥാനങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ പ്രസ്ഥാനം എനിക്ക് ശേഷവും നിലനിൽക്കണമെന്നും ഇതുണ്ടാവണമെന്നും ഒക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പം രാജേഷ്, നമ്മൾ ഈ മറ്റേ ഇതിൻ്റെ കഥ കേട്ടിട്ടില്ല മലയാളത്തിൽ? അതായത് 2 പേര് തപസ്സനുഷ്ഠിക്കുന്നു. അപ്പോൾ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം, അത് ഞാൻ പൂർത്തീകരിച്ചു തരും. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, നീ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ മറ്റവന് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നത് എൻ്റെ ഒരു കണ്ണടിച്ച് പോട്ടേതാണ്, എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ പോട്ടേതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കണ്ണ് പോയാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ 2 കണ്ണ് പോട്ടേന്നുള്ളതാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, അതായത് മറ്റേ ഇവര് ചത്തിട്ടാണെങ്കിലും ശരി കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന വാചകമുണ്ട്. മകൻ ചത്തിട്ടാലും കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന വാചകമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള ഒരു സമീപനമാണ് ഇപ്പോഴെന്നുള്ളതാണ് എനിക്ക് തോന്നിക്കണം. കാരണം ഞാനിത് ഇപ്പോഴല്ലാണ്ട് ഞാനൊരു 10-20 കൊല്ലം മുമ്പ് തന്നെ ഞാനൊരു CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ, എറണാകുളം ജില്ലയിലെ ഏരിയ കമ്മിറ്റി മെമ്പറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പാർട്ടിയിലേക്ക് വരരുത്, കാരണം നിങ്ങൾ ഇവർ തകർത്ത് കളയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് തകർത്ത് കളയുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നുണ്ട് ശശി തരൂരിൻ്റെ അവസ്ഥ എന്താണ്? കാരണം അദ്ദേഹത്തിന് മിടുക്കുണ്ട്, അദ്ദേഹത്തിന് ആളുകളുടെ അടുത്ത് സ്വാധീനമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആയതുകൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അപമാനിക്കാൻ കഴിയാവുന്ന അത്ര ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. ഇത് ശശി തരൂരിന്റെ പേര് പറഞ്ഞപ്പോഴാണ് ചിലപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ഇതേ ദുരന്തം സംഭവിക്കാം. അപ്പൊ മാത്യു കുഴൽനാടൻ ശരിക്കും ആളുകളോട് സൗമ്യമായും വിധേയപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. നാളെ കുറെ കൂടി ഒരു സ്വാധീനം ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ MV രാഘവന് EMS ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ച് കയ്യടി കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ നാശങ്ങളുടെ തുടക്കം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ശരിയുമാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ അവർക്ക് പേടിയാണ്. ആ പേടി എന്ന് വെച്ചാൽ എൻ്റെ തലയിൽ ചോട്ടി മുകളിലേക്ക് പോകുമെന്നാണ് വിചാരിക്കുന്നത്. പകരം എൻ്റെ കാലശേഷം ഈ പാർട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ മാക്സിമം സമ്പാദിക്കാവുന്നതെല്ലാം സമ്പാദിച്ച് എല്ലാ വകുപ്പുകളിലും കൈയിട്ട് വാരി നേരെ അതുമായി ചെന്ന് വിദേശത്ത് എവിടെയെങ്കിലും എൻ്റെ കുട്ടികൾ സുഖമായി ജീവിച്ചോളും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ഏത് ഉടായ്പും കാണിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പരിപാടികളെല്ലാം നടത്തിയെടുക്കുക. അതിനുവേണ്ടി പറയുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഈ നമ്മുടെ ആളുകളുടെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ബോറിസ് ജോൺസൺ ഇംഗ്ലണ്ട് UK ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കോവിഡിന്റെ പ്രോട്ടോകോൾ ലംഘിച്ചതിന് രാജിവെക്കേണ്ടി വന്നു. നമ്മുടെ ഇവിടെ ഒരിക്കലും രാജിവെക്കേണ്ടി വരില്ല. കാരണം എന്താ, എന്ത് പറഞ്ഞാണെങ്കിലും ആളുകളെ ന്യായീകരിക്കാൻ ആളുകളുണ്ടാവും. ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ പല കാര്യങ്ങളും മറക്കും. ഉദാഹരണത്തിന് ആഞ്ചലോസ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ ദരിദ്രമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. ശിവരാമൻ എന്ന് പറയുന്ന ഒരു MCOM കഴിഞ്ഞ ആളെ എന്ത് ചെയ്യുന്നു, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറെ ഞങ്ങൾ MP ആക്കുന്നു എന്ന് പറയുന്ന വലിയ വീരവാദം ഉണ്ടാകുന്നു. ഇതെല്ലാത്തിനും ശേഷം ഈ പറയുന്ന ഇവരുടെ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഇവരുടെ തരികിടകൾക്കും വിധേയം അവർ നിന്നില്ലെങ്കിൽ പിന്നെ പറയുന്ന വാചകം എന്താണ്? VS തന്നെ ആഞ്ചലോസിനെ കുറിച്ച് പറഞ്ഞാൽ മീൻപെറുക്കി നടന്ന പയ്യനാണ്. TJ ആഞ്ചലോസിനെ കുറിച്ചിട്ട് VS പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കടൽക്കരയിൽ മീൻപെറുക്കി, ആലപ്പുഴ കടപ്പുറത്ത് മീൻപെറുക്കി നടന്നിരുന്ന ഒരു ചെക്കൻ, അവനെ പിടിച്ചുകൊണ്ട് വന്ന് പാർട്ടിയാക്കി ഞാൻ അദ്ദേഹത്തിന് MP സ്ഥാനം വരെ നൽകി, പക്ഷെ അവൻ എന്നോട് മാന്യത കാണിച്ചില്ല. പാർട്ടിയോട് കൂടി അല്ല, അതാ ഞാൻ പറഞ്ഞേ.
തൊട്ടു മുമ്പ്, അതായത് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവർ പറയുന്നത് എന്താണോ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം മുമ്പ് ആളുകളുടെ മുമ്പിൽ നിന്ന് പറയാനും അതിന് കൈയടിക്കാനായിട്ടുള്ള അന്ധമായ ആരാധനയുള്ള ഒരു ജനക്കൂട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ നമ്മുടെ മോഹൻലാലിനും മമ്മൂട്ടിക്കും എല്ലാം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഏറെ വലിയ ജനക്കൂട്ടം സത്യത്തിൽ പിണറായി വിജയന്റെ ഒപ്പവും BS-ന്റെ ഒപ്പവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ കൃത്യമായി 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഇതല്ലേ ഞങ്ങളോട് പറഞ്ഞത്. കാരണം ഈ മീൻ പറയ്ക്ക് നടക്കുന്നത് ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മളോട് അവതരിപ്പിച്ചത്. അവൻ സാധാരണ ഒരു കുടിലിൽ താമസിക്കുന്നു എന്നുള്ള ക്വാളിറ്റി ആയിട്ടാണ്. ഈ IV ശ്രീരാമനെ കുറിച്ചിട്ട് അന്ന് അദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് ബൈ ഇലക്ഷനിൽ KR നാരായണൻ ഉപരാഷ്ട്രപതിയായി പോയപ്പോൾ ഉണ്ടായ ബൈ ഇലക്ഷനിലാണ് ഇദ്ദേഹത്തിനെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം സാധാരണ ഒരു പ്രവർത്തകൻ മാത്രമായിരുന്നു, അങ്ങനെ വലിയ നേതാവൊന്നും ആയിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ ആരാണ് ഈ ശിവരാമൻ എന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് അവിടെ പ്രസംഗിച്ചപ്പോൾ പിറ്റേന്ന് അയാൾ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ പറഞ്ഞിരുന്നത് മായന്നൂർ കാടുകളിൽ ആട് മേയിച്ച് നടന്നിരുന്നത് നിങ്ങളുടെ രാജനാണ് ഞാൻ എന്നായിരുന്നു. ഭയങ്കരമായി കയ്യടി കിട്ടിയ ഒരു സംഭവമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പക്ഷെ എന്താ ശിവരാമൻ സംഭവിച്ചത്? അല്ല, അതാ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിങ്ങുകളിലൂടെ ആളുകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും 10, 15, 20 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവർ തള്ളിപ്പറയുന്ന ആളാണ്. ഇപ്പൊ ആലപ്പുഴയിൽ മനോജ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ഇവരുടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ സിനിമയിൽ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നെറികേടുകളോട് ഇവരുടെ തന്ത്രങ്ങളോടൊന്നും പലപ്പോഴും ഒരു സാധാരണക്കാരനായ മനുഷ്യന് സമരസപ്പെടാനോ പൊരുത്തപ്പെടാനോ ഒന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും തൊട്ടടുത്തുള്ള ഭാസ്കരൻ ചേട്ടനെയോ മാത്യൂസ് ചേട്ടനെയോ അല്ലെങ്കിൽ മുഹമ്മദ് ഇക്കയോ ഒക്കെ ബഹുമാനിക്കുന്നതിന് പകരം ഇതുപോലെ നാഴികക്ക് 40 വട്ടം വാക്കുമാറ്റി പറയുന്ന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്ത്രമൊരുക്കുന്ന നേതാക്കന്മാരെ ബഹുമാനിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ ഒരു വലിയ ദുര്യോഗമാണ്. പക്ഷെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു ചെറിയ സംശയമല്ലേ ശരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജി സുധാകരനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിപ്പം നമ്മളിത് രഹസ്യമായി പറഞ്ഞല്ല, സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞാണെങ്കിൽ പോലും ഇത്തരത്തിൽ പ്രായത്തിൻ്റെ പേരിലും മറ്റും കാര്യങ്ങളിലെ പേരിലും ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ തമസ്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മൂലക്കിരുത്തപ്പെടുന്ന ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമിതി ഉണ്ടാക്കേണ്ടി വരുമോ എന്നൊരു സംശയിച്ചുകൊണ്ട്, അങ്ങനെ ഒരു സമിതിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ലെങ്കിൽ പോലും ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായാൽ അതുപോലും വലിയ ബുദ്ധിമുട്ടായി തീരും എന്നുള്ളതാണ് സത്യം. അല്ല, അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായാൽ അതൊരു വലിയ വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രാജേഷ്. പക്ഷെ അപ്പോൾ പോലും ഈ വലിയ നേതാക്കന്മാരുടെയൊക്കെ ദൗർബല്യങ്ങളും കുഴപ്പങ്ങളും അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലവും എല്ലാം അറിയാവുന്ന പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുമെന്ന ഭയത്തിൽ തന്നെയാണ് അവരിതിനൊന്നും മുതിരാത്തത് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം രാജേഷ് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ രാജേഷ് അത് വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാക്കില്ല. കാരണം ഇവരൊക്കെ ഈ ഒഴിവാക്കിയ പല നേതാക്കളും, ഇപ്പോൾ സി ദിവാരനാണെങ്കിലും ജി സുധാകരനാണെങ്കിലും നമ്മളീ പറഞ്ഞ പേരുകളുള്ള ആളുകളാണെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും കാശുണ്ടാക്കാനോ ഉപജീവനമാർഗം നടത്താനോ ഒന്നും ശ്രമിച്ചവരല്ല. പക്ഷെ അവർക്ക് ഒരു അർഹമായ പരിഗണന പോലും കൊടുക്കാതെ അവരുടെ പുറകെ വരുന്ന കൊള്ളക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൈയടിക്കുകയും എന്നാൽ നേരിട്ട് കാണുമ്പോൾ അവരോട് കള്ളം പറയുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെയും ഇവരെ പാരവെക്കുകയും ചെയ്യുന്ന സമീപനം അതെല്ലാ പാർട്ടികളിലുമുള്ളതാണ്. ആ പാർട്ടികളെ കുറിച്ച് ജനം മനസ്സിലാക്കുന്ന കാലം വരെ ഇത്തരം തരികിടകൾ തുടർന്നുകൊണ്ടേയിരിക്കും.